വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ കുറച്ച് കുസൃതി കുരുന്നുകളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? അഭിഷേക്. എന്ത് ചെയ്യുന്നു? നിൽക്കണം. ഞാനും ചുമ്മാ നിൽക്കണം. കൊല്ലം. കൊല്ലം. പ്രതുല് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും പ്ലസ് ടു ആണ്. സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം. ഒരാളുടെ ഇവിടെ വെറുതെ നിൽക്കുന്നു. ഇനി അടുത്ത ആൾ എന്ത് ചെയ്യണം നോക്കാം. എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊ ഇവിടെ ആയിക്കോട്ട് നിൽക്കുന്നു. ഇതായിരിക്കും പറയാൻ പോണല്ലേ. അരുൺ. അരുൺ നല്ല മുടി കേട്ടോ, അടിപൊളി. സായിബാബയുടെ ചെറിയ അനിയനാണല്ലേ? നീയും തിരക്കേടില്ല. ഇത് വളർന്നൊന്ന് എങ്ങോട്ട് പോകണം? പ്രണവ്, അനന്തു. ഇവന്മാർ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാത്തതാണ് നല്ലത്. എല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്. ആ രസകരമായ ആൻസർ തന്നെ കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാര്യം അങ്ങനെയുള്ളൊരു ടീമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കുക. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. സമ്മാനം എന്തോന്ന് അറിയാനാണ് ഒരാൾക്കൂടെ വെപ്രാളം കൂടുതൽ. സമ്മാനമൊക്കെ തരും ലാസ്റ്റ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു ആൺപൂച്ചയും ഒരു പെൺപൂച്ചയും ഇന്ന് നടന്നു വരികയായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ കണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് അവർ തമ്മിൽ പ്രണയത്തിലായി. അപ്പോൾ ഈ പെൺപൂച്ച വന്ന് ഈ ആൺപൂച്ചയുടെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പറ. ഐ ലവ് യു എന്ന്. കണ്ട അതല്ല, വേറെ എന്തുവാടേ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണം. ഞാൻ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടെന്ന്. ഒരു ആൺപൂച്ചയും ഒരു പെൺപൂച്ചയും കൂടി ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ അവർ തമ്മിൽ കണ്ണും നോക്കി പ്രണയത്തിലായി. ലാസ്റ്റ് ഈ പെൺപൂച്ച ആൺപൂച്ചയുടെ ചെവിയിൽ വന്നൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? മിയാവ്. മിയാവ്. കറക്റ്റ് ആൻസർ. അറിയാം എന്താണ് പെൺപൂച്ച പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ 9, ഞങ്ങളിൽ നിന്ന് 1 പോയാൽ 10 എങ്കിൽ ഞാൻ ആര്? ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ 9, ഞങ്ങളിൽ നിന്ന് 1 പോയാൽ 10. ഇതൊരു റോമൻ ലെറ്ററാണ്. 1 മുതൽ 10 വരെയുള്ള റോമൻ ലെറ്റേഴ്സ് ഒന്ന് നോക്കിയാൽ മതി. ലെറ്റർ റോമൻ ലെറ്റേഴ്സിൽ നമ്മൾ എഴുതത്തില്ലേ 1 2 3 4 10 വരെ. അതിൽ ഒരു ലെറ്ററാണിത്. 5 അല്ല. ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ 8 അല്ല. ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ 9, ഞങ്ങളിൽ നിന്ന് 1 പോയാൽ റോമൻ ലെറ്റർ 9. കറക്റ്റ് ആൻസർ ആണ്. സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? മാത്രമേ ഉള്ളൂ ബുദ്ധി. ഒന്നും അറിഞ്ഞൂടെ. ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട്. പക്ഷെ അതിനകത്ത് കുറേ സുഷിരങ്ങളും ഉണ്ട്. എങ്കിലും അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോയില്ല. കാരണം എന്ത്? ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട്, ഇഷ്ടംപോലെ സുഷിരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് തുളയുണ്ട്. പക്ഷെ തുള ഉണ്ടെങ്കിലും അതിൽ നിന്ന് വെള്ളമൊന്നും പോയില്ല. വെള്ളമുണ്ട് അടച്ചു വെച്ചോണ്ട്. അല്ല, ഇവിടെ ഒരു ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അവിടെ നിന്നും കിട്ടി. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ. അല്ല, താല്പര്യമില്ലാത്തത്. താല്പര്യമുള്ളതല്ല. താല്പര്യമില്ലാത്ത പെൻഷൻ. സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ. അതേത് പെൻഷൻ? ചിലർക്ക് ഇതൊക്കെ കിട്ടിയിട്ട് 6 മാസമൊക്കെ കൂട്ടിയിരിക്കും. എന്താണ് പറയടേ? ഇവിടെ 2 ദിവസത്തെ ആൻസറായി. 2 പേരും ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു നഗരമുണ്ട്. ഏതാണ്? ഭാഗ്യം ഇപ്പോൾ. ആ ഭാഗ്യം ഇപ്പോൾ എന്നതിനെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അതാണ് ഒരു നഗരത്തിൻ്റെ പേര്. ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു നഗരത്തിൻ്റെ പേര്. ഭാഗ്യത്തിന് ഇംഗ്ലീഷിൽ എന്ന് പറയും? ലക്നൗ. കറക്റ്റ് ആൻസർ. കണ്ടോ, പറഞ്ഞു. മുല്ലപ്പൂമ്പൊടി ഏറ്റി കിടക്കും കല്ലിലും ഉണ്ടാകും. അതാണ്. ദേഹം മുഴുവൻ മുള്ള്, തലയിൽ മാത്രം കിരീടം.
ഒരു ഫ്രൂട്ടാണ് ഇത്. ഡ്രാഗൺ ഫ്രൂട്ട് അല്ല, പൈനാപ്പിൾ. പൈനാപ്പിൾ കറക്റ്റ് ആൻസറാണ്. കൈതച്ചക്ക. ഇവിടെ 2 ദിവസം 3 കൂട്ടുകാരന്മാർ ഇഞ്ചോടിഞ്ഞ് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ? പാട്ട് പാടാൻ കഴിവുള്ള? പാട്ടുപാടി ഇപ്പൊ എല്ലാം എടുത്താൽ ചാടും, അല്ലെങ്കിൽ പാടായിരുന്നു. ഇല്ല, ഇവിടെ ആരും ചാണവരില്ല. പാടിക്കും. ഇല്ല, ഞാൻ പാടത്തില്ല. പാടിയ ബേബി കരയും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല, വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. നമ്മൾ വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ ഈ ഒരു സാധനം പോയാൽ പിന്നെ ഭയങ്കര ബോറടിയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ആടിനെ പോലെ ശബ്ദിക്കുന്ന ഒരു മാസമുണ്ട്, ഏതാണ് ആ മാസം? ആടിനെ മെയ് കറക്റ്റ് ആൻസറാണ് കേട്ടോ. 2 കൂട്ടുകാരന്മാർ ഭയങ്കര ശത്രുതയാണെന്ന് തോന്നുന്നു. ഒരാൾ കറുപ്പിടുമ്പോൾ അവൻ വെള്ള ഇടും, അങ്ങനെയുള്ള ശത്രുതയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 പേരും ഇഞ്ചോടിഞ്ഞ് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആകെ ഒരേ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒരാൾ കാസർഗോഡ് നിന്നും ട്രെയിനിൽ തിരുവനന്തപുരത്ത് എത്താൻ 1 കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞു, എങ്ങനെ? ഒരാൾ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് എത്താൻ 1 കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞു, എങ്ങനെ? എല്ലാ സ്ഥലവും അറിയാമെന്നുള്ളവർക്ക് അറിയാം. കൊല്ലം കഴിഞ്ഞു. ഏത് കൊല്ലം? കൊല്ലം. കൊല്ലം കഴിഞ്ഞു. മനസ്സിലായോ? ക്ലിക്കായി. 4 ക്വസ്റ്റിൻ്റെ ആൻസറായി. 10ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങുവാനുള്ള കാരണമെന്ത്? ഫിറ്റ് ഇന്ത്യ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി എല്ലാം കൂടി പറഞ്ഞില്ലായിരുന്ന ഇത് കുസൃതി ചോദ്യാ. ഗാന്ധിജി എല്ലാവരും കൂടെ എന്തോന്ന് പറഞ്ഞിടേ? 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങുവാനുള്ള കാരണമെന്ത്? പിൻവാങ്ങാനുള്ള കാരണം എന്താ? പിൻവാങ്ങിയോണ്ട്. അല്ല, അതിനുള്ള കാരണം എന്ത്? നല്ല ആൻസർ വരട്ടെ. പിൻവാങ്ങാൻ പറ്റിയില്ല. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങുവാനുള്ള കാരണമെന്ത്? പിന്നു വാങ്ങാൻ പോയത്. പിന്നു വാങ്ങാൻ പോയെന്ന് ആരാ പറഞ്ഞത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ഓക്കെ, അപ്പൊ പിന്നു വാങ്ങാൻ പോയവര് എത്തി. സംഭവം പിന്നുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അയാൾക്ക് പോയിന്റ് കൊടുക്കാം. അന്ന് ബ്രിട്ടനിൽ പിൻ ഇല്ലായിരുന്നു. ഓക്കെ, പ്രൊഡക്ഷൻ ടൈം അല്ലായിരുന്നു, അതുകൊണ്ടാണ് അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അല്ല, 4-4 രണ്ടുപേരും നിങ്ങൾ 2പേരും ഇഞ്ചോടിഞ്ച് പോരാടി. അപ്പോൾ 2 പേരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. ആരാണോ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി. 2 പേരും കൂടെ ഒരുമിച്ച് നിന്നോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച് കഴിയുമ്പോൾ ജനിക്കുന്നതുമായ സാധനം എന്താണ്? ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച് കഴിയുമ്പോൾ ജനിക്കുന്നതുമായ സാധനം. ജനിക്കുമ്പോൾ ഇത് ജനിക്കലേ ഇല്ല, ജനിച്ച് കഴിഞ്ഞ ശേഷമാണ് ഈ സാധനം വരുന്നത്. തലമുടിയല്ല, തലമുടിയൊക്കെ നമുക്ക് കാണും. ആൻസർ പറയാതിരിക്കട്ടെ. പറ്റൂല. അടുത്ത ക്വസ്റ്റ്യൻ. സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു ഏതാണ്? പേര് മാറുന്ന വസ്തു. ആൻസർ ഓൾറെഡി പറഞ്ഞ ആൻസറാണ്. ഇനി കൂടുതൽ ക്ലൂവും തരത്തില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. എന്താ സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന എന്താ കാരണം? സ്ഥാനം മാറുമ്പോ അത് കഷണ്ടി ഇങ്ങനെ അതൊന്നും അല്ല. പിന്നെ എന്തെങ്കിലും സ്റ്റൈലോട്ടായിരിക്കും. അങ്ങനെയൊന്നും അല്ല, ഞാൻ പറയാം. മുടി, ഇവിടെ മുടി നമ്മുടെ കയ്യിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇന്നത്തെ ഇന്ത്യൻ പ്രോഗ്രാമിന്റെ വിജയി ആരാ? പറയൂ. പ്രണവ് ജയൻ. ഓക്കെ, അപ്പൊ വിജയ് ഇല്ല, ജയ മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ പ്രോഗ്രാമിന്റെ വിജയി പ്രണവ് ജയനാണ്. പ്രണവ് ജയന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിന്റെ ന്യൂസ് റിപ്പോർട്ടറായ അനുജ പ്രകാശിനെ ക്ഷണിച്ചോളും. ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. എല്ലാവരും വിനീതമായിട്ട് താഴ്മയായിട്ട് പറയുകയാണ്, 1000 രൂപയുടെ ഈ കൂപ്പൺ എടുത്ത് ഞങ്ങളെ രക്ഷിക്കും.
നിങ്ങൾ 1000 രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത്. എല്ലാവരും കൂടി ശ്രമിച്ച് ഈ ഒരു 1000 രൂപ ഈ കാണുന്ന എല്ലാവരും എനിക്കൊരു സഹായമായി ഈ ഒരു 1000 രൂപ തന്ന് സഹായിച്ച എൻ്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ. അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്.